Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. നമ്മുടെ ജീവിതത്തിൽ ലോകത്തിലുള്ള സകലത്തെക്കാളും അധികം നാം കർത്താവിനെ സ്നേഹിക്കുന്നവരായി മാറണം. In our lives, more than all the things of this world, we should be people who love our Lord Jesus Christ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. That is why the Lord has said, the one who loves his father or mother more than me is not lovable for me. അതിന്റെ അർത്ഥം അപ്പനെ അമ്മയെ നോക്കണ്ട എന്നല്ല അതിന്റെ അർത്ഥം. It doesn't mean you shouldn't love and take care of your parents. നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ സ്നേഹം വരുമ്പോൾ ബാക്കി എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയും. In our lives, when the love of Christ comes in, we can love everybody else. നമ്മുടെ വാക്കുകൾ ദൈവം കേൾക്കുന്നു എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കണം. We should always remember that our words are heard by the Lord all the time. മലാക്കി 3:13 പഠിക്കുമ്പോൾ Malachi 3:13 says, നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു. You have spoken arrogantly against me, says the Lord. Do not offend with your words. നിങ്ങളുടെ വാക്കുകളാൽ ദൈവത്തെ വ്രണപ്പെടുത്തരുത്. Do not offend the Lord with your words. ആമേൻ. നാം എപ്പോഴും ഓർക്കണം, നാം ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട്. We should always remember that there are times when we speak against our Lord. ചിലർ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. Some people always find fault in others. അവൻ ചിലർ എപ്പോഴും മറ്റുള്ളവരെ താഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. Some people always speak low of others. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഉയർത്തി പറയുന്നത് നല്ലതാണ്. In our lives, we should speak highly about others. അവർ ചെയ്ത കാര്യങ്ങൾ അവർ മരിച്ചു കഴിഞ്ഞിട്ടല്ല, ജീവിച്ചിരിക്കുമ്പോൾ പറയേണ്ടത് ആവശ്യം. The things they have done shouldn't be spoken after their death, but when they are alive. Your words are heard in heaven. നിങ്ങളുടെ വാക്കുകൾ സ്വർഗ്ഗത്തിൽ കേൾക്കുന്നു. Your words are heard in heaven. നമ്മുടെ വാക്ക് ആമേൻ മധുരമുള്ളതായി മാറട്ടെ. Let our words be full of sweetness. നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണം. Let your words be salt to others' lives. നമ്മുടെ വായിലൂടെ എപ്പോഴും തേനിനെക്കാട്ടിലും തേൻകട്ടയെക്കാട്ടിലും മാധുര്യമേറിയ വചനങ്ങൾ വരണം. Let words sweeter than honey come out of our mouths. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ഫാമിലിയുമായി സംസാരിക്കുമ്പോൾ Recently, when I was talking to a family, അവർ രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചു. they had decided to separate ആമേൻ. ഒരു ചെറിയ റീസണാണ്. for a very small reason. ആമേൻ. ഹസ്ബൻഡ് പറഞ്ഞ ഒരു വേർഡ് ആ ഭാര്യയ്ക്ക് വളരെ മുറിവുണ്ടാക്കി. One word that the husband had spoken hurt the wife very much. ആ മുറിവുകൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതെ പോയി. നാളുകൾ, ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വൂൺസ് വലുതായി. They did not share about that wound, and months passed without sharing about it. അങ്ങനെ അത് ടെറ്റനസ് ആയി. Like that, it became a tetanus. അങ്ങനെ അന്ന് മുതൽ വലിയ കയ്പുകൾ ആരംഭിച്ചു. From then, bitterness started in their lives. അവസാനം അവർ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചു. Finally, they decided to separate. ആ സമയത്ത് ആണ് ഞാൻ അവരെ കണ്ടുമുട്ടുന്നത്. I met them at that time. അവരോട് കുറെ നേരം ദൈവവചനം സംസാരിച്ചു. I spoke God's word to them for a long time. ആമേൻ. വാക്കുകളെ കുറിച്ച് സംസാരിച്ചു. I spoke about words. ആമേൻ. അന്ന് അവർക്കൊരു റിലീഫ് കിട്ടി. That day they got a relief. വീണ്ടും തുടർമാനം ചില ദിവസങ്ങൾ ഫോണിലൂടെയും നേരിട്ട് സംസാരിച്ചു. In the coming days also I spoke them to phone and in person. ഇപ്പോൾ അവരുടെ മുറിവുകൾ ഉണങ്ങി. Now their wounds have healed. അവർ വളരെ ഹാപ്പിയായി ജീവിക്കുന്നു. They are very happily living now. ഇന്ന് അനേക കുടുംബങ്ങളിലും ആമേൻ പല മേഖലയിലും പ്രശ്നങ്ങളെല്ലാം വാക്കുകളാണ്. In many families the problems are words. വേൾഡിലും ആമേൻ രാഷ്ട്രീയ തലത്തിലും ലോകപരമായിട്ടും ആത്മീക തലത്തിലും എല്ലാം വാക്കുകൾ ചില സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. In the world, in politics, globally, words create a lot of problems. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കുക.
In our life, we should be careful about the words. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Today, I'm going to pray for you. ഒരു വലിയ തീരുമാനമെടുക്കണം. Make a big decision. എന്റെ വാക്കുകൾ ഞാൻ സൂക്ഷിക്കും. എന്റെ വാക്ക് ഒരാളിനെ തകർക്കാൻ ഞാൻ ഉപയോഗിക്കത്തില്ല, പണിയുവാൻ ഞാൻ ഉപയോഗിക്കും. I will not use my words to destroy, but to build. നമ്മുടെ വാക്കുകൾ കൊണ്ട് ധാരാളം പേര് യേശുവിൽ അകന്നു പോയിട്ടുണ്ട്. Because of words, lot of people have gone away from the Lord. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. Everything we do is seen by the Lord. അവൻ നിങ്ങളുടെ ഉടഞ്ഞ ഭാഗങ്ങളെ, മേഖലകളെ യേശുവിന്റെ വാക്കാകുന്ന വചനം നിമിത്തം ബിൽഡ് ചെയ്യണം. Let the broken parts of your lives be renewed by the words of the Lord. നിങ്ങളുടെ ജീവിതത്തിൽ ഉടഞ്ഞ മേഖലകൾ, ഉടഞ്ഞ പണികൾ, ഉടഞ്ഞ ഫാമിലി ലൈഫ്, ഉടഞ്ഞ ക്രിസ്തീയ ജീവിതം, ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് മടക്കി തരാൻ പോകുന്നു. Your broken lives, your broken families, your broken Christian life, everything is going to be repaired by the words of യേശു നല്ലവൻ. God. The God is a good God. നിങ്ങളുടെ വായ കൊണ്ട് പറ, യേശു നല്ലവൻ. Tell with your mouth, the Lord is a good God. ഒരു പുതിയ വർഷത്തേക്ക് നാം കടക്കാൻ പോകും. We are going to enter a new year. ഈ വർഷം, this year, ഒരു ന്യൂ ലൈഫ്, a new life, ന്യൂ സീസൺ, new season. ഇതെല്ലാം ദൈവം തരാൻ പോകും. God is going to give it all to you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. ഞങ്ങളുടെ കർത്താവേ, ഈ ജനത്തെ ബ്ലസ് ചെയ്യണം. Our dear Father, bless these people. അങ്ങയുടെ കരം ഈ ജനത്തെ തൊടണമേ. Let your hands touch these people. ഇപ്പോൾ ഉടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. Let the broken hearts be healed, Father. എത്രത്തോളം വേദനയിൽ പോയോ അത്രത്തോളം വലിയ സന്തോഷം കൊടുക്കണമേ. Whatever pain, the extent of pain that they've gone through, give them that much happiness. അങ്ങയുടെ വാക്കുകൾ ഉടഞ്ഞവരെ പണിയുന്നതാണ്. Let your words heal the broken hearts. അങ്ങയുടെ വാക്കുകൾ സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത കൊടുക്കുന്നു. Your words give peace to those who don't have ഈ peace. ജനത്തെ ബ്ലസ് ചെയ്യണം. Bless these people, God. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus Christ. ആമേൻ. God bless you. I love you. ഈ പുതിയ വർഷം നിങ്ങൾ ഉടഞ്ഞ ഹൃദയവുമായിട്ടല്ല, പെയിൻഫുൾ ഹാർട്ടുമായിട്ടല്ല കയറാൻ പോകുന്നത്. ഒരു ബ്ലെസ്സിങ്, ഒരു ഹാപ്പിനെസ്, ഒരു ഗുഡ്നെസ് ആൻഡ് ഗുഡ് ന്യൂസ്, ഇതെല്ലാം ദൈവം തരാം. This year you are going to enter not with a broken heart, but with a good heart, a happy heart, and with all the blessings of God. ആമേൻ. ഡിസംബർ മാസം 25, 26, 27 ഈ തീയതികളിൽ എക്സോസിയ കോൺഫറൻസ് മെലേക്ക് പ്രയർ മൗണ്ടനിൽ വെച്ച് നടക്കും. On December 25, 26, 27, the Melek Exousia Prophetic Conference is happening at Melek Prayer Tower in Punalur. നിങ്ങൾ ആരും ആ മീറ്റിംഗ് മിസ് ചെയ്യരുത്. None of you should miss that meeting. നിങ്ങൾ എല്ലാവരും കടന്നു വരാൻ ഓർപ്പിക്കുന്നു. I remind you all to come and attend. God bless you. Love you. God bless you.